മനുഷ്യന് കിട്ടിയ അത്ഭുതകരമായ സിദ്ധിയാണ് കലയെന്നും ആനന്ദം സൃഷ്ടിക്കുകയാണ് കലാകാരന്മാർ ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 64-ാം സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ജാതിയോ മതമോ നോക്കാതെ കലകൾ അവതരിപ്പിക്കുക. കഥകളിയും മാപ്പിളപ്പാട്ടും ഒപ്പനയും മാർഗംകളിയും എല്ലാം കുട്ടികൾ ഒന്നിച്ചവതരിപ്പിക്കുന്ന നാടെന്ന പ്രത്യേകത നമുക്കുണ്ട്. കേരളത്തിൻ്റെ മഹത്തായ സംസ്കാരത്തിൻ്റെ ഭാഗമാണിത്. എക്കാലവും നമുക്ക് അത് ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന എല്ലാ ഛിദ്ര ആശയങ്ങളെയും തള്ളിക്കളയാനും മനസ്സുകളെ ഒന്നിപ്പിക്കുന്ന കലയെ ഉയർത്തിപ്പിടിക്കാനും ഇടപെടാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികൾ അവരുടേതായ ലോകത്ത് വിഹരിക്കട്ടെ. കലോത്സവങ്ങളിൽ 1ാം സമ്മാനം നേടിയവർ മാത്രമല്ല പിൽക്കാലത്ത് കലാരംഗത്ത് മഹാപ്രതിഭകളായി വളർന്നിട്ടുള്ളത്. 2ഉം 3ഉം സ്ഥാനങ്ങൾ കിട്ടിയവരും ഒന്നും കിട്ടാതിരുന്നവരും ഒക്കെ വലിയ പ്രതിഭകളായി പിൽക്കാലത്ത് ഉയർന്നു വന്ന ചരിത്രമാണ് ഇവിടെയുള്ളത്. 70 വർഷം കൊണ്ട് ഈ മേളയ്ക്ക് വന്ന മാറ്റം അമ്പരപ്പിക്കുന്നതാണ്. ആനന്ദം സൃഷ്ടിക്കുക മാത്രമല്ല കലാകാരന്മാരുടെ ധർമ്മം. പൊള്ളിക്കുന്ന ജീവിതാനുഭവങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടുള്ളത് കൂടിയാവണം കലയുടെ ധർമ്മമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഫ്യൂഡലിസം അവസാനിച്ചതോടെ എല്ലാ കലകളും എല്ലാവരുടേതുമായി മാറി. കലാകാരന്മാരെ മതത്തിന്റെ കണ്ണിലൂടെ കാണാതെ കലയെ കലയായി കാണണം. കലയെ കള്ളിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നവർ ഇക്കാലത്തുമുണ്ട്. എവിടെയും കലാപം ഉണ്ടാക്കാൻ വർഗീയവാദികൾ ശ്രമിക്കുന്നുണ്ടെന്നും സമാധാനവും സന്തോഷവും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ ചെറുത്ത് തോൽപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന ഛിദ്രശക്തികളെ തള്ളിക്കളയുകയും മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന കലയെ ഉയർത്തിപ്പിടിക്കുകയും വേണം. കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയവർ മാത്രമല്ല പിന്നിലുള്ളവരും ഒന്നും ലഭിക്കാത്തവരും ഉയർന്നു വന്നിട്ടുണ്ടെന്നും മത്സരിക്കുന്ന കുട്ടികളാണ് രക്ഷിതാക്കളെന്ന ഓർമ്മ വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ അവധിക്കാല ക്ലാസുകൾ അവസാനിപ്പിക്കണമെന്നും കലാകായിക അധ്യാപകരുടെ കുറവ് നികത്തുമെന്നും പാഠഭാഗങ്ങൾ സമ്മർദ്ദം കുറയാതെ മർദ്ദം കുറഞ്ഞ പരീക്ഷ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുവാനുള്ള 1065 കോടി രൂപ കേന്ദ്ര സർക്കാർ തരാതെ തടഞ്ഞുവെച്ചിരിക്കുകയാണെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. രാഷ്ട്രീയം ഈ വേദിയിൽ പറയുന്നില്ലെന്ന് എല്ലാവർക്കും എല്ലാം ബോധ്യമായിട്ടുണ്ടെന്നും ശിവൻകുട്ടിക്ക് പരോക്ഷ വിമർശനമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. റവന്യൂ വകുപ്പ് മന്ത്രിയും സംഘാടക സമിതി ചെയർമാനുമായ കെ രാജൻ, മുഖ്യരക്ഷാധികാരി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, കെ കൃഷ്ണൻകുട്ടി, രാമചന്ദ്രൻ കടന്നപ്പള്ളി, ബെന്നി ബെഹനാൻ, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, MP, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ AC മൊയ്തീൻ MLA, MLA-മാരായ P ബാലചന്ദ്രൻ, NK അക്ബർ, UR പ്രദീപ്, സനീഷ് കുമാർ ജോസഫ്, ടൈസൺ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കലാമണ്ഡലം വിദ്യാർത്ഥികളുടെ സ്വാഗത സംഘ നൃത്തം കലോത്സവ വേദിയെ സമ്പന്നമാക്കി. TCV ന്യൂസ് തൃശൂർ.